നാടൻ രീതിയിൽ ചീര തൈര് പച്ചടി റെഡിയാക്കി എടുത്താലോ? അതിനായി കുറച്ച് ഫ്രഷ് ചുമന്ന ചീര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് കട്ട് ചെയ്തത് 1 കപ്പോളം ഉണ്ടായിരിക്കും. ഇനി വേണ്ടത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എരിവിന്, 1 സവോള ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവി വരുന്ന അപ്പച്ചെമ്പിന്റെ തട്ടില് ചീര ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴത്തെ ചീരയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം വേവിച്ചെടുക്കാന്. ഇതിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായി ഒന്ന് വാട്ടി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അപ്പച്ചമ്പില് ആവി കയറ്റി വെച്ച ചീര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചെറുതായി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുക്കരുത്, കുറച്ച് ചൂടുണ്ടായാലും കുഴപ്പമില്ല. അതിലേക്ക് മാറ്റി വെച്ച തൈര് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടില്ല, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചീര തൈര് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഓണത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.